ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ടോപ്പിക് പറയുന്നത്. ഓക്കെ, ഭഗവാൻ ശിവനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റിങ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഓരോ മനുഷ്യർക്ക് ഉണ്ടാവുമല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ നമ്മളൊക്കെ പറയത്തില്ലേ, ഇപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ദൈവങ്ങളെ ആരാധിക്കാം. അച്ഛനായി ആരാധിക്കാം, മകനായിട്ട് ആരാധിക്കാം, സ്നേഹിതനായിട്ട് ആരാധിക്കാം. പല രീതിയിലാണ് നമുക്ക് ദൈവങ്ങളിൽ നിന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിലുപരി നമുക്ക് നേരെ നല്ലൊരു വഴികാട്ടിയായിട്ട് നമുക്ക് ദൈവത്തിനെ കാണാം. നമുക്ക് ആർക്കും അറിയത്തില്ല ദൈവം എങ്ങനെ ഇരിക്കും, ദൈവം ഏത് ജാതിയാണ്, ഏത് മതമാണ്. നമുക്ക് ദൈവം എന്ന് പറയുന്ന സംഗതി എന്താണ്, ഒറ്റ സങ്കല്പമാണുള്ളത് അല്ലെ. അപ്പൊ ഇതില് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ കുറെ കാര്യങ്ങൾ കേട്ടതും മാത്രമല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിച്ചറിഞ്ഞപ്പോഴും അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയപ്പം ഭയങ്കരമായിട്ട് ഒരു നമ്മൾ പറയത്തില്ലേ, അയ്യോ ഇങ്ങനത്തെ ഒരു ആളുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ദൈവം ഇപ്പോഴും ഉണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നത്തില്ല. അങ്ങനെ തോന്നിയ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അല്ല, മെയിനായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാക്കി നമ്മൾ ഇതിലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി എന്താ പറയട്ടെ, ആഡംബരമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളും മൊമെന്റ്സും അങ്ങനെ എല്ലാം ആയിട്ടിരിക്കുന്ന കുറച്ച് ദൈവങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങൾ പടങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇങ്ങോട്ട് ഇദ്ദേഹത്തിലോട്ട് വരുമ്പം ഭയങ്കരമായിട്ടൊരു സിംപിൾസിറ്റി നമ്മൾ പറയത്തില്ല. എന്ന് വെച്ചാൽ മനുഷ്യൻ ഒരിക്കലും എന്താ പറയുക, ഈഗോ എന്ന് പറഞ്ഞൊരു സംഗതി, അതോ അല്ലെങ്കിൽ എന്താ പറയാനായിട്ട് നമുക്കത് വേണം, നിനക്ക് തരത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രം, അങ്ങനെ കൂട്ടിക്കെട്ടി ഇരിക്കും എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു നമുക്കുണ്ടാവുന്ന ആ ഒരു സംഗതിയെ മൊത്തത്തില്ലായ്മ ചെയ്ത് തരാനായിട്ട് പറ്റുന്ന ഒരാളെന്ന് വേണമെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ആ ഒരു മഹാദേവനെ കുറിച്ച് പറഞ്ഞത് രൂപിയായ ഒരാളെന്നാണ് വെച്ചാൽ ശരീരമില്ലാത്ത വ്യക്തി എന്നിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു ഇതിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഭക്തനോ അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടിട്ടുള്ളത്, പേരെനിക്ക് ഓർമ്മയില്ല. അപ്പൊ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ പകുതിയോടെ വെച്ചാൽ നമ്മൾ പറയത്തില്ല അദ്ദേഹം അർദ്ധനാരീശ്വരനാണ് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളുടെ പൊതുവെ ആരാധിക്കാറുള്ളവര്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പകുതി ഭാര്യയെയും അറിയാം, ഭാര്യയായ പാർവതി ദേവിയും പകുതി അദ്ദേഹം എന്ന് പറയുന്ന സങ്കല്പത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പകുതി വന്നിട്ട് സതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ, അദ്ദേഹത്തിന്റെ വൈഫ് എന്ത് ചെയ്തു, കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അതിന്റെ ബാക്കിയുള്ള ബാക്കി ഭാഗം ആര് കൊണ്ടുപോയെന്നാണ് പറയുന്നത്, മഹാവിഷ്ണു കൊണ്ടുപോയെന്നുള്ള രീതിയിൽ. വെച്ചാൽ മഹാവിഷ്ണു മോഹിനി രൂപത്തിലായിട്ട് പകുതി എടുത്തില്ല. അപ്പം അദ്ദേഹത്തിന് ബോഡി, ശരീരം ഇല്ല എന്നും പറഞ്ഞിട്ട് ഒരു ഭക്തൻ ഇങ്ങനെ കരയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ഒരു ഇത്രയും മനോഹരമായ ഒരു ഇങ്ങനത്തെ ഒരു ദൈവമുണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോലും. ഞാൻ അങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു ഒരാൾ പറഞ്ഞപ്പോഴത്തേക്കും. അതുപോലെ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ബുക്സിലൊക്കെ ഇങ്ങനെ വായിക്കാനായിട്ട് തുടങ്ങി. എനിക്കൊന്നും നമുക്ക് ശിവപുരാണം എന്ന് പറഞ്ഞിട്ട് സംഗതിയുണ്ട്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലോട്ട് വരുമ്പം അത് വന്നിട്ട് തിരുവിളയാടൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ മറ്റേ എന്തോ പറയണത്, നമുക്കിവിടെ ഇതുണ്ടല്ലോ, ഐതിഹ്യമാല പോലെ മഹാദേവന്റെ ശിവപുരാണത്തിന്റെ അകത്താണ് എന്തോ പറയുന്നത്, ഹാലാസ്യ മഹാത്മ്യ പുസ്തകം എന്നാണെന്ന് തോന്നുന്നു അതിന്റെ പേര്. അതിനകത്ത് കുറേ കഥകളുണ്ട്. ശിവന്റെ 64 സ്റ്റോറീസ് ഇങ്ങനെ അതിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ വായിച്ചില്ല, 2-3 ഞാൻ വായിച്ചതേ ഉള്ളൂ. അപ്പം അത്രയും വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. എന്ന് പറഞ്ഞിട്ട് മലയാളം എഡിഷൻ ഉണ്ട്, യൂട്യൂബിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ശിവഭക്തരായിട്ടുള്ള ആൾക്കാർ ആദ്യം അദ്ദേഹത്തിന് അറിയണമെന്ന് പറയുന്നത് പോലെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള സംഗതിയെ കുറിച്ച് അറിയാനായിട്ട് പോയപ്പോഴത്തേക്കും കണ്ട കാര്യങ്ങളാണ്. വെച്ചാൽ നല്ല ഒരു അധ്യാപകൻ, നമുക്ക് വിഷമമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രചോദനം തരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പറായിട്ട് അത് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. അദ്ദേഹം മെയിനായിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട്, നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി അദ്ദേഹം ഒന്നും വെച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാം എന്താ പറയട്ടെ ഒന്നും നിലനിൽക്കത്തില്ല. നമ്മൾ പറയത്തില്ലേ, നമ്മളിപ്പോൾ ഒരു അടിപൊളി ഒരു TV മേടിച്ച് വെച്ചിരിക്കണം, അതെനിക്കുള്ളത്, നമ്മളതൊന്നും പോകുമ്പോൾ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആഭരണങ്ങളൊന്നും അല്ല, വസ്ത്രവും പൂശി നോർമൽ ഒരു പുലിത്തോലൊക്കെ കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ കൊട്ടാരത്തിലോ കാര്യത്തിലോ ഒന്നും അല്ല ഇരിക്കുന്നത്. പുള്ളി വന്നിട്ടൊരു കൈലാസത്തിൽ തണുപ്പുള്ള ആ ഒരു ഇതിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു
എങ്ങനെ എളിമ ആയിട്ടുള്ള ഒരു ജീവിതം എന്നത് മനുഷ്യനെ പുള്ളി പവർഫുൾ ആണ്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ബ്രഹ്മാവ് സൃഷ്ടിയാണെങ്കിൽ അതിന്റെ സംഹാരകൻ എന്ന് പറയുന്ന ആളാണ് മഹാദേവൻ എന്നുള്ളത്. എല്ലാവരിലേക്കും മോക്ഷം എന്ന് നമ്മൾ പറയപ്പെടുന്നത് ഇനി മരണം എന്നതിലൂടെ മാത്രമേ മഹാവിഷ്ണുവിലേക്ക് മോക്ഷത്തിലൂടെ എത്താൻ സാധിക്കത്തുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ആ ഒരു മരണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഭയങ്കര ഉത്തരവാദിത്വം കൂടുതലുള്ള ഒരു സംഗതിയാണ്. അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹമാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ജീവിക്കാനും കൂടി പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ്. ചിലത് ഞാൻ കേട്ടിട്ടുണ്ട്, മഹാദേവന് ഇങ്ങനെ കേട്ടൊരു കാര്യമാണ്, പ്രാർത്ഥിക്കരുത് എന്ന് ഞാൻ കുറച്ച് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം വന്നിട്ട് ഏകനായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളും ആ ഒരു പറയുന്നത് അഘോരകളെ പോലെ ആ ഒരു വൈബിലോട്ട് മാറിപ്പോവും. സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ നന്നായിട്ടൊരു കുടുംബ ജീവിതം ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു